നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ കസ്റ്റംസ് പരിശോധന. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനങ്ങൾ നിയമവിരുദ്ധമായി ഇന്ത്യയിലേക്ക് കടത്തി രജിസ്റ്റർ ചെയ്ത വിൽപ്പന നടത്തിയവരെ കണ്ടെത്താനുള്ള ഓപ്പറേഷൻ നുംകൂറിന്റെ ഭാഗമായാണ് റെയ്ഡ്. രാജ്യവ്യാപക റെയ്ഡിന്റെ ഭാഗമായാണ് കൊച്ചിയിലെയും തിരുവനന്തപുരത്തെയും വീടുകളിലെ പരിശോധന. കോഴിക്കോട്, മലപ്പുറം ജില്ലകളിലെ ആഡംബര വാഹന ഷോറൂമുകളിൽ നടത്തിയ പരിശോധനയിൽ 11 വാഹനങ്ങൾ പിടിച്ചെടുത്തു. കൊച്ചിയിൽ ദുൽഖർ സൽമാന്റെ വീടിന് മുന്നിൽ നിന്ന് നിതിൻ സേവ്യർ, കോഴിക്കോട് തൊണ്ടയാട് ആഡംബര കാർ ഷോറൂമിൽ നിന്ന് ടി അനീസ് അലി, തിരുവനന്തപുരത്ത് നിന്ന് സനിസ, ഒപ്പം തന്നെ മലപ്പുറത്ത് നിന്ന് യൂനിസ് കൂടി അല്പസമയത്തിനകം ചേരുകയാണ്. ആദ്യം നിതിനിലേക്ക് പോവുകയാണ്. നിതിൻ, കൊച്ചിയിൽ ദുൽഖർ സൽമാന്റെ വീട്ടിലാണെന്നിപ്പോൾ പരിശോധന നടന്നത്. അതിൽ ചില കാറുകളൊക്കെ പിടിച്ചെടുത്തു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടിയുണ്ട്. പരിശോധന ഇപ്പോഴും തുടരുകയാണോ? എന്തൊക്കെ വിവരങ്ങൾ ലഭിക്കുന്നു ഈ അവസരത്തിൽ? ജിൽസി, ഇന്ന് രാവിലെ 9 മണിയോടെയാണ് എറണാകുളത്തെ 2 വീടുകളിൽ, അതായത് നടന്മാരായ പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീട്ടിൽ കസ്റ്റംസ് ഇത്തരത്തിൽ പരിശോധന നടത്തുന്നത്. ഭൂട്ടാൻ പട്ടാളം ഉപേക്ഷിച്ച വാഹനം പിന്നീട് ഇന്ത്യയിലേക്ക് കടത്തിക്കൊണ്ടുവന്ന് ഹിമാചൽ പ്രദേശിൽ രജിസ്റ്റർ ചെയ്ത ശേഷം പിന്നീട് അത് മറിച്ചു വിറ്റു എന്ന പരാതിയായിരുന്നു നേരത്തെ ഉയർന്നു വന്നിരുന്നത്. ഈ പരാതി അടിസ്ഥാനമാക്കി കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ നടന്മാരുടെ വീടുകളിലടക്കം പരിശോധന നടക്കുന്നത്. ഈ പൃഥ്വിരാജും ദുൽഖർ സൽമാനും കൂടാതെ നടൻ അമിത് ചക്കാലക്കിന്റെ വീട്ടിലടക്കം പരിശോധന നടത്തുന്നുണ്ട്. നമ്മളിപ്പം ഉള്ളത് ഈ എളംകുളത്തുള്ള ദുൽഖർ സൽമാന്റെ വീട്ടിലാണ്. ഇവിടെ കസ്റ്റംസിനൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടത്തുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അല്പസമയം മുൻപാണ് മോട്ടോർ വാഹന വകുപ്പ് കൂടി ഇങ്ങോട്ടേക്ക് എത്തിയത്. നിലവിൽ ദുൽഖർ സൽമാന്റെ വാഹനം 2010 മോഡൽ ഡിഫൻഡർ ആണെന്നാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിക്കുന്നത്. ഈ വാഹനം പിടിച്ചെടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ത്യയിലേക്ക് 40 വാഹനങ്ങൾ കടത്തിയെന്നായിരുന്നു തുടക്കത്തിൽ വിവരം വന്നിരുന്നത്. പിന്നീട് കസ്റ്റംസ് തന്നെ 150ഓളം വാഹനങ്ങൾ ഇത്തരത്തിൽ ഇന്ത്യയിലേക്ക് കടത്തിയിട്ടുണ്ട് എന്ന് വിവരങ്ങൾ തരുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിലെ സർക്കാർ ഉദ്യോഗസ്ഥരും IPS ഉദ്യോഗസ്ഥരും വാഹനങ്ങൾ വാങ്ങിയെന്നാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. സംസ്ഥാനത്ത് 30 ഇന്ന് രാവിലെ മുതൽ കസ്റ്റംസിന്റെ പരിശോധന നടക്കുന്നത്. കേരളത്തിൽ തന്നെ വ്യവസായികളടക്കം നിരവധി ആളുകൾ ഇത്തരത്തിൽ വാഹനം വാങ്ങിയെന്ന് കസ്റ്റംസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ പ്രധാനമായും കണ്ടെത്താനുള്ളത് ഈ നടന്മാർ ഈ തട്ടിപ്പറഞ്ഞുകൊണ്ടാണോ ഇത്തരത്തിൽ വാഹനം വാങ്ങിച്ചത്, കസ്റ്റംസ് ഇറക്കുമതി തിരുവ വെട്ടിച്ച് കേരളത്തിലേക്ക് എത്തിച്ച വാഹനങ്ങൾ ഇത് ഈ തട്ടിപ്പറഞ്ഞുകൊണ്ടാണോ വാഹനങ്ങൾ വാങ്ങിയതെന്നാണ് പ്രധാനമായും അറിയുന്നത്. ഒപ്പം തന്നെ സംസ്ഥാനത്ത് എറണാകുളത്തടക്കം വിവിധ വാഹന ഷോറൂമുകളിൽ ഇത്തരത്തിൽ പരിശോധന നടക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ 2 വീടുകൾ, മമ്മൂട്ടിയുടെ 316 ആണെന്നറിയപ്പെടുന്ന പ്രശസ്തമായ ഗാരേജിലടക്കം ഇപ്പോൾ നിലവിൽ പരിശോധന നടത്തുന്നുണ്ട്. ദുൽഖർ സൽമാന്റെ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ദുൽഖർ സൽമാന്റെ ഒരു വാഹനം അത് പിടിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. വൈകിട്ട് ഏതായാലും കസ്റ്റംസിന്റെ പ്രസ് മീറ്റ് ഉണ്ടാവും. ഈ പ്രസ് മീറ്റിലാവും കൂടുതൽ വിവരങ്ങൾ നമുക്ക് വ്യക്തമായി തന്നെ അറിയാൻ സാധിക്കുക. നിലവിൽ ദുൽഖർ സൽമാൻ വാങ്ങി 2010 മോഡൽ ഡിഫൻഡർ അത് പിടികൂടിയെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതായത് ഭൂട്ടാനിൽ നിന്നും കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ പിന്നീട് 10 ലക്ഷം രൂപയ്ക്കടക്കം ഭൂട്ടാനിൽ നിന്നും വാങ്ങി കടത്തിക്കൊണ്ടുവന്ന വാഹനങ്ങൾ പിന്നീട് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ രജിസ്ട്രേഷൻ ചെയ്ത ശേഷം 45 ലക്ഷം രൂപ വരെ വിലയ്ക്ക് മറിച്ചു വിറ്റു എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. വലിയ തോതിലുള്ള ഇടനിലക്കാർ മാഫിയ ഇതിൽ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നും കസ്റ്റംസ് പ്രിവന്റീവ് വിഭാഗം കണ്ടെത്തിയിട്ടുണ്ട്. ഏതായാലും നിലവിൽ കസ്റ്റംസിനൊപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും ഇവിടെ വ്യക്തമായ തന്നെ പരിശോധന നടത്തുന്നുണ്ട്. രാവിലെ 9 മണി മുതലാണ് പൃഥ്വിരാജിന്റെയും ദുൽഖർ സൽമാന്റെയും വീടുകളിൽ പരിശോധന നടക്കുന്നത്. നിലവിൽ പൃഥ്വിരാജിന്റെ തേവരയിലെ ഫ്ളാറ്റിലെ പരിശോധന നേരത്തെ തന്നെ അവസാനിച്ചിട്ടുണ്ട്. പൃഥ്വിരാജ് ഈ ഫ്ളാറ്റിലില്ലായിരുന്നു. ഒപ്പം തന്നെ ഈ വാഹനവും അവിടെ നിന്നും കണ്ടെത്താനായിട്ടില്ല. നിലവിൽ മറ്റ് പലയിടങ്ങളിലും പരിശോധന നടക്കുന്നുണ്ട്. ഒട്ടേറെ വാഹനങ്ങൾ പിടിച്ചെടുത്തു എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. ഈ വാഹനങ്ങൾ കസ്റ്റംസിന്റെ ഓഫീസിലേക്ക് കൊണ്ടുവരും. തുടർ നടപടികൾ വൈകിട്ട് കിടക്കുന്ന പ്രസ് മീറ്റിൽ കൃത്യമായി തന്നെ അറിയിക്കും. ഏതായാലും നിലവിൽ ഇപ്പോഴും ദുൽഖർ സൽമാന്റെ ഈ എളംകുളത്തുള്ള ഫ്ളാറ്റിലെ പരിശോധന തുടരുകയാണ്. കസ്റ്റംസിന്റെ ഉദ്യോഗസ്ഥരും മോട്ടോർ വാഹന ഉദ്യോഗസ്ഥരും അകത്തുണ്ട്. ഒപ്പം തന്നെ മമ്മൂട്ടിയുടെ വീട്ടിലും മമ്മൂട്ടിയുടെ ഗ്യാരേജിലും പരിശോധന നടക്കുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഗ്യാരേജിൽ നിലവിൽ 10 വാഹനങ്ങളുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഇത്തരത്തിൽ തട്ടിപ്പിൽ അല്ലെങ്കിൽ ഇത്തരത്തിൽ നികുതി വെട്ടിച്ചു കൊണ്ടുവന്ന വാഹനങ്ങളാണോ എന്ന കാര്യത്തിൽ കൃത്യതയില്ല. പക്ഷേ അത്തരം കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിക്കുന്നുണ്ട്. നിലവിൽ ദുൽഖർ സൽമാന്റെ അടുത്ത ആളുകളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇത് സിനിമയ്ക്കായി ലക്കി ഭാസ്കർ അടക്കമുള്ള ചില സിനിമകൾക്കായി കൊണ്ടുവന്ന കാറുകളാണ് അല്ലെങ്കിൽ വാങ്ങിയ കാറുകളാണ് എന്നാണ് മനസ്സിലാകുന്നത്. ഏതായാലും എറണാകുളത്തെ പരിശോധനകൾ തുടരുകയാണ്. പൃഥ്വിരാജിന്റെ വീട്ടിലെ പരിശോധന അവസാനിച്ചിട്ടുണ്ട്. നിലവിൽ ദുൽഖർ സൽമാന്റെ വീട്ടിലെ പരിശോധന തുടരുകയാണ്. ജിൽസി, സംസ്ഥാന വ്യാപകമായി ഏതാണ്ട് 30 ഇടങ്ങളിലാണ് ഒരേ സമയം പരിശോധന തുടരുന്നത്. കസ്റ്റംസിന്റെ അവിടെ തേവരയിൽ നേരത്തെ പൃഥ്വിരാജിന്റെ വീട്ടിലടക്കം പരിശോധന നടത്തിയിരുന്നു. ഇപ്പോൾ ഇളംകുളത്തെ വീട്ടിലാണ് ഇപ്പോൾ ദുൽഖർ സൽമാന്റെ വീട്ടിൽ പരിശോധന തുടരുകയാണ്. അവിടെ നിന്ന് 2010 മോഡൽ ഡിഫൻഡർ അടക്കം പിടിച്ചെടുത്തു എന്നുള്ള സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ കൂടി അവസരത്തിൽ വരികയാണ്. തിരുവനന്തപുരം